വയനാട് ദുരന്തത്തിൽ കാണാതായവരെ മരണപ്പെട്ടതായി കണക്കാക്കുന്ന നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ജനുവരിയിൽ തന്നെ ലഭ്യമാക്കുമെന്ന് മന്ത്രി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലെന്ന് ഒപ്പം പരിക്കേറ്റ ഭാര്യ സഹോദരൻ ജെയിൻ. റഷ്യയിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ കാട്ടാനാക്രമണം. ഷൂട്ടിംഗ് സംഘത്തിലെ കാർ കാട്ടാന കുത്തിമറിച്ചിട്ടു. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. പട്ടിക്കാട് സ്വദേശിനി എറിന്റെ ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുന്നത്. കഴിഞ്ഞ ദിവസം മരിച്ച ആൻഗ്രേസിന്റെ സംസ്കാരം നടന്നു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഫെലോഷിപ്പുകളും അവാർഡുകളും പ്രഖ്യാപിച്ചു. സദനം വാസുദേവൻ, കലാമണ്ഡലം KG വാസുദേവൻ, കലാക്ഷേത്ര വിലാസിനി എന്നിവർക്ക് ഫെലോഷിപ്പ്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പാക്കാവിലെ ഇന്ന് ഒന്നാം താലപ്പൊലി പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വയനാട് ദുരന്തത്തിൽ കാണാതായവരെ മരണപ്പെട്ടതായി കണക്കാക്കുന്ന നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ജനുവരിയിൽ തന്നെ ലഭ്യമാക്കുമെന്നും മന്ത്രി. പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാതെ വൈകുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് കണക്കിലെടുത്താണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നത്. കാണാതായവരെ മരണപ്പെട്ടവരായി പ്രഖ്യാപിച്ച് അതിന്റെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ സുമോമോട്ടോ മരണം ഈ രേഖയുടെ കൂടി അടിസ്ഥാനത്തിൽ മരണം രേഖപ്പെടുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇത് വളരെ വേഗത്തിലുള്ള ഒരു പ്രക്രിയയായി ഗവൺമെന്റ് ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചു. കാണാതായവരെ അവരുടെ വിശദാംശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് മരണപ്പെട്ടവരുടെ തുടർച്ചാവകാശികൾക്ക് നെക്സ്റ്റ് കിന്നിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ജനുവരി മാസത്തോടെ ജിയോയിൽ പറയുന്ന പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ കഴിയും. രണ്ടാമത്തത് പെർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഔപചാരികമായി കാണാതായതിന്റെ വിവരം നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസക്കാലം വിവിധ പ്രസിദ്ധീകരണങ്ങൾ നടത്തി അത് സ്ഥിരീകരിച്ച് സബ് കളക്ടർ നൽകുന്ന മുറയ്ക്ക് പഞ്ചായത്തിന് പെർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അനുവാദവും കൊടുക്കും. ഈ ഗവൺമെന്റ് ഉത്തരവ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഒരാളെ കാണാതായാൽ 7 വർഷത്തിന് ശേഷമാണ് മരിച്ചതായി കണക്കാക്കുക. അതിൽ മാറ്റം വരുത്തിയാണിപ്പോൾ കാണാതായവരെ മരിച്ചതായി കണക്കാക്കുന്ന നടപടികൾ സർക്കാർ നടപ്പാക്കുന്നത്. നിലവിൽ കാണാതായവരുടെ എണ്ണം 32 ഇത് സംബന്ധിച്ച പട്ടിക ഈ മാസം തന്നെ തയ്യാറാക്കും. ഇതിലെ നടപടിക്രമങ്ങൾ ഈ മാസം തന്നെ പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ മരണ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മേപ്പാടി ചൂരൽമല ദുരന്തത്തിൽ കാണാതായവരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു DNA ലിസ്റ്റ് കൂടി വന്നതോടുകൂടി 32 ആ എണ്ണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ജനുവരി മാസത്തോടെ ആദ്യഘട്ടത്തിലെ പ്രക്രിയ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ. TCV തൃശൂർ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് ഒപ്പം പരിക്കേറ്റ ഭാര്യ സഹോദരൻ ജെയിൻ. ബിനിലിനെ 5-ാം തീയതിയാണ് മറ്റൊരു സംഘത്തിനൊപ്പം അയച്ചത്. 2ാമത്തെ സംഘത്തിനൊപ്പം പോകുന്നതിനിടെ ബിനിലിന്റെ മൃതദേഹം കണ്ടെന്ന് ജെയിൻ പറഞ്ഞു. തൊട്ടു പിന്നാലെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ജെയിനും പരിക്കേറ്റു. ജെയിൻ ഇപ്പോൾ മോസ്കോയിൽ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. കുടുംബ സുഹൃത്ത് വഴി കഴിഞ്ഞ ഏപ്രിലാണ് ബിനിലും ജെയിനും റഷ്യയിലേക്ക് പോയത്. ഇലക്ട്രീഷ്യൻ ജോലിയെന്ന് പറഞ്ഞാണ് ഇരുവരെയും റഷ്യയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. മലയാളി ഏജന്റ് കബളിപ്പിച്ചാണ് ഇരുവരെയും കൂലിപ്പട്ടാളത്തിനൊപ്പം അകപ്പെടുത്തിയത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽപ്പെട്ട യുവാവ് കൊല്ലപ്പെട്ട വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഒരു ഇടപെടലും ഉണ്ടായില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിക്രൂട്ടിംഗ് ഏജൻസികളെപ്പറ്റി അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF-നെ പിന്തുണയ്ക്കാനുള്ള അൻവറിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും നിലമ്പൂരിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. സർക്കാരിന്റെ ഒരു ഫലപ്രദമായ ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഒരാൾ മരിച്ചപ്പോൾ ഈ ഏജൻസിക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കേസെടുത്തില്ല എന്നാണ് ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത്. ഞാനിപ്പോൾ ഈ യോഗം കഴിഞ്ഞാൽ നേരെ അവരുടെ വീട്ടിൽ പോയി സന്ദർശിക്കുന്നുണ്ട്. ആ സംഭവത്തിൽ നമ്മുടെ ഒരു ദുഃഖം പ്രകടിപ്പിക്കാനും തന്നെയുമല്ല ഇങ്ങനെയുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളെയൊക്കെ സർക്കാർ നിയന്ത്രിക്കേണ്ടതാണ്. ഇതെന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്? റിക്രൂട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ജോലിക്ക് പോകുന്നത്. ഏത് ജോലിയാണ്? ഇതൊന്നും അറിയില്ല. അപ്പം ജോലി തേടുന്ന പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവരെ കുടുക്കിലാക്കുന്ന നടപടിയാണിത്. കൂലിപ്പട്ടാളത്തിലേക്ക് ആരെങ്കിലും ഇവിടുന്ന് പോകും. അപ്പോൾ
ഇത് ഗൗരവമായി ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഏജൻസികളെ നിയന്ത്രിക്കേണ്ടതാണ്. ഇവരുടെ പേരിൽ നടപടിയെടുക്കേണ്ടതാണ്. ചാലക്കുടിയിൽ ഉള്ള ഒരു ഏജൻസിയാണെന്ന് പറയുന്നു. നേരത്തെ ഒരാൾ ഇതുപോലെ മരിച്ചു, ഒരു നടപടി ഉണ്ടായില്ല. അപ്പോൾ അത് ശരിയായ നടപടിയല്ല. ഇത്തരം റിക്രൂട്ടിംഗ് ഏജൻസികളെ നിയന്ത്രിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട ഡ്രോൺ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട ബിനിൽ ഓർമ്മയായത് സ്വന്തം മകന്റെ മുഖം ഒന്ന് കാണാനാകാതെ. മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും തേടി ഏപ്രിലാണ് നാട്ടിൽ നിന്ന് ഇവർ പോയത്. ഈ സമയം ബിനിലിന്റെ ഭാര്യ ജോയ്സി ഗർഭിണിയായിരുന്നു. ഇവരുടെ കുഞ്ഞ് ജേക്ക് ആന്റോണിയോ ബിനിലിന് 5 മാസമാണ് പ്രായം. മകനെ കാണാൻ ഉടനെത്തുമെന്ന് ബിനിൽ വീട്ടുകാരെ അറിയിച്ചിരുന്നു. ബിനിലിനെയും ഭാര്യ സഹോദരൻ ജെയിനെയും റഷ്യയിൽ നിന്ന് മോചിപ്പിക്കാൻ വീട്ടുകാർ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ഓർത്തഡോക്സ് ഭദ്രസനാധിപൻ ബെസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ഇടപെടൽ കുടുംബത്തിന് വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെന്നീസ് അലിപ്പോവയുമായി ബാവ നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. ശശി തരൂർ MP, കെ രാധാകൃഷ്ണൻ MP എന്നിവർ വിഷയത്തിൽ ഇടപെട്ടിട്ടും ശ്രമങ്ങൾ വിഫലമാവുകയായിരുന്നു. ബിനിലിന്റെ മൃതദേഹവും ഗുരുതരമായി പരിക്കേറ്റ ജെയിനെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ബന്ധുക്കൾ ഇപ്പോൾ നടത്തുന്നത്. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം. ഷൂട്ടിങ്ങിന് പോയ സംഘത്തിന്റെ കാർ വെള്ളപ്പാറ ശിവക്ഷേത്രത്തിന് സമീപം കൊമ്പനാനയെ ആക്രമിച്ചു. റോഡിന് നടുവിൽ നിലയുറപ്പിച്ച ആന കാറിനടുത്തേക്ക് എത്തുകയും അടിഭാഗത്ത് കുത്തുകയും ചെയ്തു. 3 അടിയോളം ഉയരത്തിൽ പൊങ്ങിയ കാർ താഴെ വീണു. ഇതിനിടെ പിന്നിൽ കിടന്നിരുന്ന മറ്റു വാഹനങ്ങളെ ഡ്രൈവർമാർ ബഹളമുണ്ടാക്കി ആനയെ തുരത്തുകയായിരുന്നു. ആർക്കും പരിക്കില്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശത്ത് കാട്ടാനകൾ വാഹനങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ കൂടിവരികയാണ്. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. പട്ടിക്കാട് മുരിങ്ങാത്തുപറമ്പിൽ ബിനോജിന്റെ മകൾ എറിനാണ് അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്നത്. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്ന നിമ ജോണിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചു. കുട്ടിയെ വാർഡിലേക്ക് മാറ്റും. ഇവരോടൊപ്പം അപകടത്തിൽപ്പെട്ട 2 പേർ ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു. പട്ടിക്കാട് സ്വദേശികളായ അലീന, ആൻഗ്രേസ് എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ആൻഗ്രേസിന്റെ സംസ്കാരം ഇന്ന് രാവിലെ പട്ടിക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. 2023 കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഫെലോഷിപ്പുകളും അവാർഡുകളും എൻഡോമെന്റുകളും തൃശൂരിൽ പ്രഖ്യാപിച്ചു. സദനം വാസുദേവൻ ചെണ്ട, കലാമണ്ഡലം KG വാസുദേവൻ കഥകളി, കലാക്ഷേത്ര വിലാസിനി മോഹിനിയാട്ടം എന്നിവർക്കാണ് ഫെലോഷിപ്പ്. 50,000 രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് ഫെലോഷിപ്പ് പുരസ്കാരം. കോട്ടക്കൽ കേശവൻ കുണ്ടലായർ കഥകളി വേഷം, കോട്ടക്കൽ മധു കഥകളി സംഗീതം, കൊട്ടാരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി കഥകളി ചെണ്ട, കലാമണ്ഡലം ഹരിദാസ് കഥകളി മദ്ദളം, ചിങ്ങോലി പുരുഷോത്തമൻ കഥകളി ചുട്ടി, സൂരജ് നമ്പ്യാർ കൂടിയാട്ടം, കലാമണ്ഡലം ലീലാമണി മോഹിനിയാട്ടം, പയ്യന്നൂർ PV കൃഷ്ണൻകുട്ടി തുള്ളൽ, ബിജീഷ് കൃഷ്ണ നൃത്തസംഗീതം എന്നിവർ കലാമണ്ഡലം അവാർഡിന് അർഹരായി. 30,000 രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ പൊതുവാൾ, ASN നമ്പീശൻ പുരസ്കാരം, എരിക്കാവ് സുനിൽ കലാഗ്രന്ഥം, കലാമണ്ഡലം വെങ്കിട്ടരാമൻ ഡോക്യുമെന്ററി, ഡോക്ടർ സദനം ഹരികുമാർ സമഗ്ര സംഭാവന, കലാമണ്ഡലം ആദിത്യൻ യുവപ്രതിഭ, ചെങ്ങന്നൂർ ഹരിശർമ്മ മുകുന്ദരാജ സ്മൃതി പുരസ്കാരം, ചന്ദ്രമന നാരായണ നമ്പൂതിരി കലാരത്നം എൻഡോവ്മെന്റ്, കോട്ടക്കൽ പ്രദീപ് കഥകളി, കലാമണ്ഡലം രവികുമാർ മിഴാവ്, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, കലാമണ്ഡലം ശർമിള, കലാമണ്ഡലം ആഷിഖ്, EP കൃഷ്ണ എന്നിവരും അവാർഡിന് അർഹരായി. അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ വേണുജി, കമ്മിറ്റി അംഗങ്ങളായ ഫാദർ പോൾ പൂവത്തിങ്കൽ, പ്രൊഫസർ ജോർജസ് പോൾ, കലാമണ്ഡലം ഹുസ്ന ബാനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ. ആചാരപ്പെരുമയുടെ തിരുമധുരവുമായി കുരുമ്പിലക്കാവിലെ 1ാം താലപ്പൊലി നാൾ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 1ാം താലപ്പൊലി പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നമാണ്. തെക്കൻ മലയിറങ്ങി വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടുമായി വന്നെത്തിയ മലയരയന്മാർ ക്ഷേത്രാങ്കണത്തിൽ ദേവിക്ക് നിവേദ്യമർപ്പിച്ചു. ക്ഷേത്രവുമായി ചരിത്രപരമായ ബന്ധമുള്ള കുടുംബി സമുദായം സവാസിനി പൂജയും ആടിനെ നടത്തള്ളിലും രാവിലെ നടന്നു. കുടുംബി സമുദായത്തിലെ സ്ത്രീകൾ ദീർഘസുമംഗലീവരത്തിനായി നടത്തുന്ന ചടങ്ങാണ് സവാസിനി പൂജ. തെക്കേ നടയിൽ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആടിനെ എഴുന്നള്ളിച്ച് നടത്തള്ളുന്നതും കുടുംബി സമുദായത്തിന്റെ പരമ്പരാഗത ആചാരമാണ്. മലയാള മാസം 1-ാം തീയതി നടക്കുന്ന 1-1000 യോഗത്തിന്റെ കൂട്ടമിരിക്കൽ ചടങ്ങും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ഉച്ചയ്ക്ക് തെക്കേ നടയിലെ കുരുമ്പാമ്മയുടെ സന്നിധിയിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ശ്രീനാരായണപുരം പള്ളിനടയിൽ സ്റ്റുഡിയോയിൽ മോഷണം. 2,000 രൂപ വില വരുന്ന ക്യാമറ മോഷണം പോയി. ശാന്തിപുരം സ്വദേശി പരിപ്പുകുല്ലത്തിങ്കൽ ഷിഹാദിന്റെ ഉടമസ്ഥതയിലുള്ള ദിയ സ്റ്റുഡിയോയിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ട അറുത്തു മാറ്റി കടയ്ക്കുള്ളിലെ ഗ്ലാസ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുട നേർച്ചയ്ക്ക് കൊടികയറി. ഹൈദ്രോസ് കുട്ടിമൂപ്പരുടെ കബറിടത്തിൽ നടന്ന കൂട്ടപ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഖത്തീബ കമറുദ്ദീൻ ബാദുഷാ തങ്ങൾ, മുദരീസ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈതമി, അബ്ദുൽ ലത്തീഫ് ഫൈസി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ജുമാഅത്ത് പ്രസിഡന്റ് PK ഇസ്മായിൽ കൊടികയറ്റി. ജനറൽ സെക്രട്ടറി KV ഷാനവാസ്, ഭാരവാഹികളായ TK മുഹമ്മദ് അലി ഹാജി, K സക്കീർ ഹുസൈൻ, A ഹൈദ്രോസ് എന്നിവർ സംബന്ധിച്ചു. മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളിക്കും തുടക്കം കുറിച്ചു. തുടർന്ന് ചക്കരക്കഞ്ഞി വിതരണവും നടന്നു. നേർച്ചയോടനുബന്ധിച്ച് താബൂത്ത് കാഴ്ചയ്ക്കായുള്ള താബൂത്ത് അലങ്കരിക്കുന്നതിനായി ഇന്ന് വൈകിട്ട് 7 വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെ ചാവക്കാട് തെക്കഞ്ചേരിയിലേക്ക് കൊണ്ടുപോകും. ഈ മാസം 27, 28 തീയതികളിലാണ് ചന്ദനക്കുടം നേർച്ച. ക്ഷേത്രങ്ങളിൽ ഇന്ന് മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിക്കുന്നു. ചെമ്പൂത്ര, കൊടുങ്ങല്ലൂർക്കാവ്, മണ്ണുത്തി, കൊടുങ്ങല്ലൂർക്കാവ് അടക്കം ജില്ലയിലെ ക്ഷേത്രങ്ങളിലാണ് മകരച്ചൊവ്വ ആഘോഷിക്കുന്നത്. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവിൽ വൈകിട്ട് 6-ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 36 ദേശങ്ങളിൽ നിന്നായി 36 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. കൊമ്പൻ ചിറക്കൽ കാളിദാസൻ ദേവിയുടെ തിടമ്പേറ്റും. പാണ്ഡ്യമേളത്തിന് അഭിഷേക് പാർമേക്കാവ് പ്രാമാണികത്വം വഹിക്കും. മാള കുരുവിലശ്ശേരിയിൽ അയൽക്കാരനെ അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വടാശ്ശേരി വീട്ടിൽ പ്രമോദിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കുരുവിലശ്ശേരി സ്വദേശി പഞ്ഞിക്കാരൻ തോമസാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. തോമസും പ്രമോദുമായി വർഷങ്ങളായി ശത്രുതയിലായിരുന്നു. മയക്കുമരുന്ന്, കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് പ്രമോദ്. പലകയും സിമന്റ് സ്ലാബും കൊണ്ട് തലക്കടിച്ചാണ് പ്രതി തോമസിനെ കൊലപ്പെടുത്തിയത്. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് താഴെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പാലത്തിന്റെ കോൺക്രീറ്റ് പില്ലറിന് താഴ്ഭാഗത്തായിട്ടാണ് 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇതര സംസ്ഥാനക്കാരനാണെന്ന് സംശയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇയാളെ പരിസരത്ത് കണ്ടിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ഷൊർണൂർ CI V രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി. ഷൊർണൂർ നഗരസഭാ കൌൺസിലർ EP നന്ദകുമാർ സ്ഥലത്തെത്തി. പുണ്യാളന് ഉപചാരം ചൊല്ലി വരാക്കരയിൽ പൂരം പുറപ്പാട്. മതസൗഹോദര്യ ചടങ്ങിന് സാക്ഷിയായത് നൂറുകണക്കിന് ആളുകൾ. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായാണ് അത്യപൂർവമായ ചടങ്ങ് നടക്കുന്നത്. വരാക്കര ഭഗവതി ക്ഷേത്രയോഗത്തിന്റെ കീഴ്ഘടകമായ വരന്തരപ്പള്ളി തെക്കുമുറി പൂരസെറ്റ് കരയോഗത്തിന്റെ പുലർച്ചെയുള്ള എഴുന്നള്ളിപ്പ് പള്ളിക്കുന്ന് അസംഷൻ പള്ളിക്ക് മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചെമ്പട്ടെടുത്ത് അരമണി കെട്ടി വെളിച്ചപ്പാട് അന്തോണീസ് പുണ്യവാളന് മെഴുകുതിരി തെളിയിക്കും. തുടർന്ന് പറ നിറച്ച ശേഷം ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാട് പുണ്യാളിന് അരിയും പൂവും എറിഞ്ഞ ശേഷമാണ് വരാക്കര പൂരത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിന് പങ്കെടുക്കാൻ പുറപ്പെടുന്നത്. ആനപ്പുറത്ത് പുറപ്പെടുന്ന ഭഗവതി സഹോദരനായ പുണ്യാളനെ വണങ്ങി അടുത്ത വർഷം കാണാമെന്ന ഉപചാരം പറഞ്ഞാണ് യാത്രയാകുന്നത്. 1945 മുതലാണ് തെക്കുമുറി സെറ്റ് കപ്പേളയിൽ നിന്ന് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. ക്ഷേത്രവും 3 ഏക്കർ 46 സെന്റ് സ്ഥലവും ചീനത്ത് കുട്ടപ്പായിൽ നിന്നും മണ്ണമ്പേട്ട ഈഴവ സമാജം ഭാരവാഹികൾ തീർവിലയ്ക്ക് ഏറ്റുവാങ്ങിയപ്പോൾ മുതലാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ തുക കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പൂരം നടത്തുമ്പോൾ രാവിലെയുള്ള എഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രം വെളിച്ചപ്പാട് വരന്തരപ്പള്ളി പൂരം സെറ്റിന്റെ ഒപ്പം പുറപ്പെടുന്നതിന് അന്നേ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. അത് ഇന്നും തുടരുന്നു. പൂരത്തിന്റെ തലേന്ന് നടക്കുന്ന ചമയ പ്രദർശനത്തിന് വികാരിയുടെ നേതൃത്വത്തിലുള്ള പള്ളി കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനവും പതിവ് ചടങ്ങാണ്. TCV ന്യൂസ്, പുതുക്കാട്. കൊടുങ്ങല്ലൂരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വ്യാപകമായി ഹാക്ക് ചെയ്ത ഓൺലൈൻ തട്ടിപ്പിന് ശ്രമം. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നുഴഞ്ഞുകയറിയ ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിലാണ് വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചത്. SBIയുടെ റിവാർഡ് പേയ്മെന്റിന് അർഹരായിട്ടുണ്ടെന്നും ഇതോടൊപ്പമുള്ള APK ഫയൽ തുറന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുമാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം. ബാങ്കിന്റെ ലോഗോയും മറ്റും തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. യഥാർത്ഥ സന്ദേശമാണെന്ന് ധരിച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെ ഹാക്ക് ചെയ്യപ്പെടുമെന്ന് IT വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിൽ വിവിധ ആവശ്യങ്ങൾക്ക് തയ്യാറാക്കിയതും സജീവമായി നിലനിൽക്കുന്നതുമായ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് തട്ടിപ്പ് സംഘം നുഴഞ്ഞുകയറിയിട്ടുള്ളത്. തട്ടിപ്പ് ശ്രമം തിരിച്ചറിഞ്ഞതോടെ പല ഗ്രൂപ്പുകളും അഡ്മിൻമാർ ഡിലീറ്റ് ചെയ്യുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാൾ ലോൺ അടച്ചില്ല എന്ന കാരണത്താൽ കുടുംബത്തിലുള്ളവർക്ക് വായ്പ നൽകാൻ പാടില്ലെന്ന സഹകരണ രജിസ്ട്രാറുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തൃശൂർ ജില്ലാ സഹകരണ ജനാധിപത്യ വേദിയുടെ സഹകാരി ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ ബാങ്കുകളിലെ ജപ്തി നടപടികൾ വ്യക്തത വരുത്തണമെന്നും ചെന്നിത്തല പറഞ്ഞു. ജില്ലാ ചെയർമാൻ MK അബ്ദുൽ സലാം അധ്യക്ഷനായി. TV ചന്ദ്രമോഹൻ, PA മാധവൻ, ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു.
വധശ്രമക്കേസ് പ്രതികളായി 4 പേരെ വലപ്പാട് സെന്ററിൽ നിന്ന് പോലീസ് സാഹസികമായി പിടികൂടി. കളമശ്ശേരി പോലീസാണ് അന്തിക്കാട് പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടിയത്. പ്രതികൾ 2 ദിവസമായി ആലപ്പാട് കുണ്ടോളി കടവ് ഷാപ്പ് പ്രദേശത്ത് തങ്ങിയിരുന്നതായി പറയുന്നു. ഇതിൽ ഒരാൾ പോലീസുകാരനെ വെട്ടിയ കേസിൽ പ്രതിയും കാപ്പ നാടുകടത്തപ്പെട്ട ആളുമാണ്. അറസ്റ്റിലായവർ തിരുവനന്തപുരം, എറണാകുളം സ്വദേശികളാണെന്നാണ് സൂചന. ഗുരുവായൂരിൽ വാഹനപൂജ നടത്തി മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ മിനി ലോറിയുമായി കൂട്ടിയിടിച്ചു. കാറിന്റെ മുൻവശം തകർന്നു. ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. അരുമ്പൂരിൽ വെച്ചാണ് കാറും മിനി ലോറിയും കൂട്ടിയിടിച്ചത്. പാലക്കാട് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. കാറിൽ കുട്ടികളടക്കം 5 പേരാണ് ഉണ്ടായിരുന്നത്. പരിക്ക് പറ്റിയ സ്നേഹയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടിയ ഒരാൾ മരിച്ചു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കലാമണ്ഡലം ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നൃത്ത അവതരണം നടന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദീപാനിത സിൻഹ റോയ് കഥക് നൃത്തം അവതരിപ്പിച്ചു. 1 മണിക്കൂർ നീണ്ടുനിന്ന കഥക് നൃത്തം കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ പൊന്നാടി അണിച്ച് ഇവരെ ആദരിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം നൃത്ത അധ്യാപകരായ രേവതി വയലാർ, ലതിക VT, വിദ്യാറാണി തുടങ്ങിയവർ നേതൃത്വം നൽകി. 1 മണിക്കൂർ നീണ്ട നൃത്തത്തിൽ 4 നൃത്തരൂപങ്ങളാണ് ഇവർ വേദിയിൽ അവതരിപ്പിച്ചത്. പതിനഞ്ചാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. റഷ്യ, ഹംഗറി, ഈജിപ്ത്, ഇറാഖ്, ശ്രീലങ്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നായി 15 നാടകങ്ങൾ അരങ്ങിലെത്തും. നാടകങ്ങൾക്ക് പുറമെ മറ്റ് അനുബന്ധ പരിപാടികളും കർട്ടൻ റൈസർ പ്രോഗ്രാമായി ഫെബ്രുവരി 16 മുതൽ 21 വരെ അമേച്ചർ നാടക മത്സരവും നടക്കും. സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സെക്രട്ടറി കരിവള്ളൂർ മുരളി, ഇറ്റ്ഫോക് ഡയറക്ടർ പ്രൊഫസർ B. ആനന്ദകൃഷ്ണൻ, TK അബ്ദുൾ ജലീൽ, VK അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്ന മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരം വടക്കാഞ്ചേരി മലാക്ക സ്വദേശി KR രാജേഷിന് ലഭിച്ചു. മലാക്ക KR ഫാമിന്റെ ഉടമയാണ് രാജേഷ്. മതിലകത്ത് നടന്ന ജില്ലാ ക്ഷീര സംഗമത്തിൽ സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി പുരസ്കാരം സമ്മാനിച്ചു. 2010 മുതലാണ് ശാസ്ത്രീയമായ രീതിയിൽ ഫാം ആരംഭിച്ചത്. ഇതിനു മുൻപ് ബ്ലോക്ക് തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. താന്യം പഞ്ചായത്തിന്റെ കീഴിലുള്ള പൊതുശ്മശാനം മാസങ്ങളായി തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് ട്രഷറർ VK പ്രദീപ്, പഞ്ചായത്ത് മെമ്പർ ആന്റോ തുറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, കോൺഗ്രസ് നേതാക്കളായ ബെന്നി തട്ടിൽ, ലൂയിസ് താണിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ഏറ്റവും വലിയ ചുമതലാ ബോധമാണ് അനിവാര്യമായ. കൊടുങ്ങല്ലൂർ DYSPയുടെ കീഴിലുള്ള SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പട്ടിക ജനസമാജം കാതിക്കോട് ഗ്രാമമണ്ഡലത്തിന്റെ സഹകരണത്തോടെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റൂറൽ പോലീസ് ലഹരിവിരുദ്ധ സേനാംഗം ലിജു ഇയാനി ഉദ്ഘാടനം ചെയ്തു. BPJS ജില്ലാ പ്രസിഡന്റ് KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, മതിലകം SI ആന്റണി ജിമ്പൽ, SI സേവ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടിയ പൂമല പൂതക്കുഴിയിൽ തോമസ് മകൾ ജീന തോമസിനെ പൂമലയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PJ രാജു, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി സാജൻ, പൂമല മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റ് CB തോമസ്, അമ്പലപ്പാട് ബാങ്ക് വൈസ് പ്രസിഡന്റ് K. ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്തിലെ വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ സപ്ലൈകോയ്ക്ക് വേണ്ടി നെല്ല് സംഭരിക്കാൻ ചുമതലപ്പെടുത്തിയ മില്ലുടമകളെത്തി. നെല്ലിന്റെ ഗുണവും ഈർപ്പവും പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ബിജു മോഡേൺ മിൽ ഉടമകൾ പടവിലെത്തിയത്. പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ, സെക്രട്ടറി ഹരി മഞ്ചറമ്പത്ത്, ബിജോയ് പെരുമാട്ടിൽ എന്നിവർ മില്ലുടമകൾക്കൊപ്പമുണ്ടായിരുന്നു. പടവിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയാണ് സംഘം മടങ്ങിയത്. വെള്ളിയാഴ്ച പടവിൽ കൊയ്ത്തുത്സവം നടത്തും.
വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടാഗാൻ കരാട്ടയുടെ ലോക റെക്കോർഡ് മത്സരം ചാലിശ്ശേരിയിൽ നടന്നു. 6000-ഓളം കരാട്ടെ വിദ്യാർത്ഥികളെ അണിനിരത്തിയാണ് ലോക റെക്കോർഡ് പരിപാടി സംഘടിപ്പിച്ചത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തി. ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് അധ്യക്ഷനായി. ഗിന്നസ് സുനിൽ ജോസഫ് ലോക റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, സംഘടനാ ജനറൽ സെക്രട്ടറി റിനീഷ് വിനൂപ് NS, ഡോക്ടർ മുഹമ്മദ് ഷെലീൻ എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വലിയുള്ളാഹി കാർന്നൂരു ഉപ്പാപ്പയുടെ 142ാമത് ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി പ്രസിഡന്റ് നൌഷാദ് പോക്കാക്കില്ലത്ത് കൊടിയുയർത്തി. ഗത്തം തുവാക്കും കൂട്ട സിയാറത്തിനും സ്വാലിഹ് അൻവരി ചേകന്നൂർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അന്നദാനം കാഞ്ഞിരപ്പള്ളി സെക്രട്ടറി അബ്ദുള്ളക്കുട്ടി അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ഉച്ചതിരിഞ്ഞ വിവിധ കലാപരിപാടികളും ദഫ്മുട്ട, അറബരമുട്ട എന്നിവയും ഉണ്ടായിരുന്നു. കേരള കർഷക സംഘം താന്യം വടക്ക് വില്ലേജ് കൺവെൻഷൻ കർഷക സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AK രാജൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ചെയർപേരിയ സെക്രട്ടറി KS മോഹൻദാസ്, CITU ചെയർപേരിയ വൈസ് പ്രസിഡന്റ് CP ജോസ്, CITU ചെയർപേരിയ കമ്മിറ്റി അംഗം സിബിൻ C ബാബു, ഡിവൈഫൈ ബ്ലോക്ക് സെക്രട്ടറി AS ജിംഷാർ എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. താന്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മധുലാൽ PM അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ആന്റോ തൊറയൻ, PTA വൈസ് പ്രസിഡന്റ് സുനിത ജയരാജ്, MPTA പ്രസിഡന്റ് ഷീബ ഗോപകുമാർ, പ്രധാന അധ്യാപിക ഗീത CR തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ മേൽത്തുകോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ സമർപ്പണം നടന്നു. ഷൈൻ സുരേന്ദ്രനാഥ് കലവറ നിറയ്ക്കൽ സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തേടത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ട്രഷറർ K കൃഷ്ണമൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ ഗൌരി, CK പാറൻകുട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് യദുകൃഷ്ണൻ നമ്പൂതിരി കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി പൈങ്ങാട്ടുമന ശ്രീഹരി വാസുദേവൻ സഹകാർമ്മികനായിരുന്നു. ശേഷം ശിവപാദം ടീം തൃപ്രയാറിന്റെ തിരുവാതിരക്കളി, ആരീക്കിരി അമ്മ ഗ്രൂപ്പിന്റെ ക്ലാസിക്കൽ നൃത്തം എന്നിവ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറി. ഇന്ദുചൂടൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പാറിപ്പറക്കുന്ന മലയാളം എന്ന പേരിൽ പക്ഷിചിത്ര പ്രദർശനം തൃശൂർ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 17 മുതൽ 20 വരെ നടക്കുന്ന ചിത്ര പ്രദർശനത്തിൽ 60ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. 17 വൈകിട്ട് 5:30 പ്രൊഫസർ സുനന്ദ ദാസ് ഉദ്ഘാടനം ചെയ്യും. ഫൗണ്ടേഷൻ സെക്രട്ടറിയും ചലച്ചിത്ര താരവുമായ VK ശ്രീരാമൻ, അഷ്റഫ് പോങ്ങോട്ടയിൽ, ഡിജുമോൻ, ഉസ്മാൻ പള്ളിക്കരയിൽ, അർജുൻ ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എൽത്തുരത്ത് സെന്റ് അലോഷ്യസ് കോളേജ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 25-ന് അലുമിനി മീറ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി ജോൺ P വർക്കിയുടെ ഓർമ്മ മുൻനിർത്തി അമ്യൂസ് 2025 എന്ന പേരിൽ ഇന്റർ കോളേജിയേറ്റ് മ്യൂസിക് ബാൻഡ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കും. 10 ടീമുകൾ മാറ്റുരയ്ക്കും. മനോജ് ജോർജ്, ജോസഫ് ചാക്കോ, P ചാക്കോ ജോസ്, ഫാദർ K അരുൺ ജോസ്, റോഷ്നി നസീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി വികസനത്തിന് തുടക്കമായി. MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, ബുഷ്ര ലത്തീഫ്, പ്രസന്ന രണദിവെ, കൌൺസിലർമാരായ MR രാധാകൃഷ്ണൻ, KV സത്താർ എന്നിവർ സംസാരിച്ചു.
നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ട ഡയാലിസിസ് രോഗികൾക്കുള്ള മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം കടപ്പുറം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.പി. മൻസൂർ അലി നിർവഹിച്ചു. നന്മ പ്രസിഡന്റ് പി.വി. അക്ബർ അധ്യക്ഷത വഹിച്ചു. വി.പി. മുഹമ്മദ് സാലിഖ്, കെ.വി. ആരിഫ്, കെ.വി. ജഹാംഗീർ, മുഹമ്മദ് ഇക്ബാൽ, മജീദ് പേനത്ത്, സലീം തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഗണിതോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സി.ജി. സജീഷ് അധ്യക്ഷത വഹിച്ചു. പരിപാടിക്ക് ഗണിത വിസ്മയം എന്ന പേര് കണ്ടെത്തിയ കെ.ആർ. തനിമയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം നൽകി. പ്രധാന അധ്യാപിക സി.ജി. കാതറിൻ, ചെയർമാൻ വി.എം. നിഖിൽ, ജനപ്രതിനിധികളായ പി.എ. ജോസ്, കെ.കെ. ഹരിദാസ്, ബാബു, സി.പി. പോൾ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷന്റെ വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ സൌജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ടോണി ആളൂർ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് നീതു വസന്ത അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം.വി. ബാബു, വനിതാ വിംഗ് കുന്നംകുളം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആനി ജോസ്, എരുമപ്പെട്ടി എച്ച്.ഐ. സുരേഷ്, വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് നസീമ ഷംസുദ്ദീൻ, വാർഡ് മെമ്പർ എം.സി. ഐജു തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് എസ്. ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് ടി.കെ. പൊറിഞ്ചു മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് മൾട്ടിപർപ്പസ് സഹകരണ സംഘം പ്രസിഡന്റ് കെ.എം. ബാബുരാജ്, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം.കെ. അബ്ദുൾ സലാം, ബാങ്ക് വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കൂടപ്പറമ്പിൽ, തലപ്പള്ളി താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഡാമിന്റെ റിസർവോയറിൽ വീണ് 2 പേര് മരിച്ച സംഭവത്തിൽ വീട്ടിൽ പോകേണ്ടി വന്നു. അതോടൊപ്പം റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ഒട്ടുപോയ ഒരു ആളിന്റെ മരണം ആ വീട്ടിൽ പോകണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ അവിടെയും പോകേണ്ടി വന്നതുകൊണ്ടാണ് അല്പം വൈകിയത്, ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്ക് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ബാങ്കാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവായ സി.എം. ജോർജ് അനുസ്മരണം കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു. അനുസ്മരണ യോഗം ചേംബർ പ്രസിഡന്റ് കെ.പി. സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ചേംബർ ജോയിന്റ് സെക്രട്ടറിമാരായ എ. ഹസൻ, രാജു ബി. ചുങ്കത്ത്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംകര പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുനിൽകുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ. ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ എ.ആർ. കൃഷ്ണൻകുട്ടി, പി.ടി. മണികണ്ഠൻ, അസിസ്റ്റന്റ് സെക്രട്ടറി എ. മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. പതിനഞ്ച് വർഷമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന പ്രമുഖ ഐസ്ക്രീം ഉൽപാദന വിതരണ സ്ഥാപനമായ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് പൊന്നൂക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നൂക്കര ഭരത റോഡിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ രണ്ടാമത്തെ പുതിയ ഫാക്ടറിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ. രാജൻ നിർവഹിച്ചു. കെ. രാമചന്ദ്രൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റായ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീമിന്റെ ലോഞ്ചിംഗ് മന്ത്രിയും എം.എൽ.എയും പഞ്ചായത്ത് പ്രസിഡന്റും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം സാരഥികളും ചേർന്ന് നിർവഹിച്ചു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ മാനേജിംഗ് പാർട്ണർ സജി ജോർജ്, ഡയറക്ടർമാരായ പി.എ. ജോൺസൺ, വി.എ. ജോളി, വാർഡ് മെമ്പർ മോഹനൻ തൊഴുക്കാട്ട്, ലിൻഡോ, വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് കെ.വി. ചന്ദ്രഹാസൻ, ഡിസ്ട്രിബ്യൂട്ടർ പ്രതിനിധി ജെറി കെ. ജോസ് തെക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന യോഗട്ട് ഐസ്ക്രീം പിസ്ത, പുതിയതായി വിപണിയിലിറക്കിയ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീം തുടങ്ങിയവ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ സ്പെഷ്യൽ പ്രോഡക്റ്റുകളാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന് വൻ വിപണന ശൃംഖലകളാണുള്ളത്.
കൂടാതെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷവേളകളിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക മികവോടെ നിർമ്മിക്കുന്ന ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ സജീവ സാന്നിധ്യവുമുണ്ട്. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7,270 രൂപ, പവന് 58,160 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,348 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്തത്തിൽ കാണാതായവരെ മരണപ്പെട്ടതായി കണക്കാക്കുന്ന നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ജനുവരിയിൽ തന്നെ ലഭ്യമാക്കുമെന്ന് മന്ത്രി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലെന്ന ഒപ്പം പരിക്കേറ്റ ഭാര്യ സഹോദരൻ ജെയിൻ. റഷ്യയിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ കാട്ടാന ആക്രമണം, ഷൂട്ടിംഗ് സംഘത്തിന്റെ കാർ കാട്ടാന കുത്തിമറിച്ചു. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. പട്ടിക്കാട് സ്വദേശിനി എറിന്റെ ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുന്നത്. കഴിഞ്ഞ ദിവസം മരിച്ച ആൻഗ്രേസിന്റെ സംസ്കാരം നടന്നു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഫെലോഷിപ്പുകളും അവാർഡുകളും പ്രഖ്യാപിച്ചു. സദനം വാസുദേവൻ, കലാമണ്ഡലം KG വാസുദേവൻ, കലാക്ഷേത്ര വിലാസിനി എന്നിവർക്ക് ഫെലോഷിപ്പ്. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പാക്കാവിലെ ഒന്നാം താലപ്പൊലി പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.